ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് നബി. എൻ്റെ ന്യൂബമൻ ക്ലാസ്സിലേക്ക് ഏവരും സ്വാഗതം ചെയ്തതാണ്. നമ്മളിവിടെ കളിയുടെ തുടങ്ങുകയാണ്. അതെ, നമ്മൾ ഇന്നലെ ഓഫ് ക്യാമറയിൽ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തതിന് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി അയൺ ആർമർ ആയിട്ടുണ്ട് ഗായ്സ്. അതെ, അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ കംപ്ലീറ്റ്ലി അയൺ ആർമർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് സെറ്റപ്പ്. അതെ, നമുക്കിവിടെ ഹൗസ് ബിൽഡ് ചെയ്യണം. ഇപ്പം 3 ദിവസമായിക്കണേ നമ്മൾ കളി തുടങ്ങിയിട്ട്. അതായത് ഇനി വെറും 7 ദിവസം വരെ നമ്മൾ പീസ്ഫുള്ളിലിട്ട് കളിക്കുള്ളൂ. പിന്നെ ഈസി ആവും, പിന്നെ നോർമലാവും. അങ്ങനെ ഹാർഡായി നമ്മളെ ഫുൾ ഡയമണ്ട് ആർമർ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ മൈനിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെച്ച് ഞാനൊന്ന് ഫ്രണ്ട് ക്യാമറ അയച്ചു തരാം. അതെ, നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 51 അയച്ചിരിക്കുന്നുണ്ട്. ഇനി എന്താണ് ആ സാധനത്തിന് അയണാക്കാൻ 41 ഉണ്ട്. അവർക്ക് പോരട്ടെ. അപ്പോൾ ഈ നൈറ്റായി തുടങ്ങി. നമ്മൾ നൈറ്റൊന്നും സ്കിപ്പ് ചെയ്യുക, കാരണം നമുക്ക് കുറച്ച് പണിയാണ്. നമ്മളെ കേവിൻ്റെ ഉള്ളിൽ പറയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ കേവിലാണ് എന്തായി ലോ കുറച്ചാണ്. അവർ ഇതെന്തോ റിവ്യൂവിന് പോലെ എന്തോ ആണ്, ഒരു റിവ്യൂവിനാണ്. നമുക്കിനി ഈ റിവ്യൂവിൽ കുറച്ച് ബേസ് സെറ്റപ്പൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് അതിന് കുറച്ച് സ്റ്റോണോ അതൊന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റെയർ കേസ് ആണ് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെയർ കേസ് റെഡി ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു മിനി സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് കയറി കൊടുക്കുക. നേരെ മൂക്കോള വട്ടം വെക്കുക. മുകളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇഷ്ടത്തിൻ്റെ അവിടെ പോയിടും. പിന്നെ ഇതാ ഇങ്ങനെ പോയി ഇതാ നമ്മളിത് കൊണ്ട് അവിടെ എത്തും. കുറേ അയണൊക്കെ നമുക്ക് ഇതാക്കാനുണ്ട്. അതേപോലെ ഇതാ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അതായത് ഇങ്ങോട്ട് ചെയ്യണം, ഇങ്ങോട്ട് അത്ര ഹൈറ്റൊക്കെ സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിതവിടെ സെറ്റ് ചെയ്ത് അയണൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കണം. ഇതവിടെ അത്യാവശ്യമുണ്ട്. ഇതോടെ കുറച്ചുകൂടി കുറച്ചായിട്ട് പറഞ്ഞു. അത് വിഷയമില്ല. ഞാനാക്കിയ റിവ്യൂവിന് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇവിടെ പോയിട്ട് നമ്മളിതാ ഈ റിവ്യൂ വലിയ റിവ്യൂവിനൊന്നുമല്ല, കുറച്ച് ചെറിയ റിവ്യൂവിനാണ്. ഇവിടെ പെൻഡാവും, അത്രക്കും ചെറിയ റിവ്യൂവിനാണ്. സ്റ്റെയർ കേസിൽ വെക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് ആക്കണ്ട. ഇവിടെ ബേസ് നോക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇതാ ഇവിടെ ഉണ്ടാവും. ഇതവിടെ എന്തായി എന്നാണ് വിചാരിക്കുന്നത്. എന്തായി ഇതാണ് എൻ്റെ. ഇത്ര ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് കൊണ്ടുവരണം. നമുക്ക് മേലെ പോയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യും. നമുക്ക് വീടിൻ്റെ അടുത്താണ് നമ്മൾ ഹൗസ് ബിൽഡ് ചെയ്യേണ്ടത്, അതോ പുറത്താണ്? നമുക്ക് ചെറിയൊരു വീറ്റ് ഫാം ഫുഡ് കഴിക്കാൻ വില്ലേജിൽ പോയിട്ട് അടിച്ചു മാറ്റിയ കുറച്ച് സംഭവങ്ങൾ, അതായിട്ടൊരു വീറ്റ് ഫാം സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ
നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ ഒരു ക്യാരറ്റ് ഫാം, ഇവിടെ ഒരു വീറ്റ് ഫാം, പിന്നെ കുറച്ചിവിടെ ഒരു കിഴങ്ങ് ഫാം. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിതിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് 2 ഫാം ലാൻഡിനുള്ളതൊന്ന് റെഡിയാക്കി ഇട്ടിക്കണേ. ഈ 2 ഫാം ലാൻഡിനുള്ളത് റെഡിയാക്കി ഇട്ടിട്ടുള്ളൂ. മൂന്നാമത്തെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം നമുക്ക് ക്യാരറ്റും പൊട്ടാറ്റും ചെയ്യാം. അപ്പോൾ ഫുള്ളൊന്ന് ഈ നടക്കാനുള്ള ഭാഗം നമുക്കൊന്ന് ഇത് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് 4 ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ടുള്ളത് 4 ഒരു മിസ്റ്റേക്ക് പറ്റി, അതാറില്ല. നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം. നമ്മൾ നടക്കാനുള്ള സെറ്റപ്പ് ചെയ്യാൻ മറന്നുപോയി, അതാറില്ലാതെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് നടക്കാനുള്ളതൊക്കെ റേസ് ചെയ്ത് ഇതാക്കി സെറ്റാക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്കിങ്ങനെ നടന്നു വരാനുള്ളത് എന്നുള്ളതിൽ പെട്ടെന്ന് 1 2 3 4 5 ഇവിടുന്ന് 2 അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് അപ്പം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് നടക്കാനുള്ള പാതകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് കുറച്ചൊന്നുകൂടെ ലൈറ്റ് ചെയ്യാം. ഈ കോർണറിലേക്ക് ഇതുകൊണ്ട് ഈ കോർണറിലേക്ക് ഇരിക്കട്ടെ. പിന്നെ ഈ കോർണറിൽ ഒരു വശത്തത് അതിലേക്ക് അവിടെ ഇരിക്കട്ടെ. ഒന്നതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്നതുകൊണ്ട് സെൻറ്ററിൽ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ കയറി വരുന്നിടത്തതാവുന്നതാവിടെ ഇരിക്കട്ടെ. നമുക്കത് ഫുള്ളൊന്ന് തിരിച്ച് അതിന് മുമ്പ് നമുക്കൊരു വാട്ടർ ബക്കറ്റ് എടുത്ത് ഇവിടെ ഒന്ന് വെച്ച് വെക്കാം. അറ്റം വരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്കൊരു വാട്ടർ ബക്കറ്റ് കൂടി ഒപ്പിച്ചിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ടിൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം. ഒരു ബക്കറ്റ് വെള്ളം എടുത്തതിന് വേണ്ട വേഗം ഫാം ലാൻഡിലോട്ട് പോകണം. നമ്മൾ ഫാം ലാൻഡിലോട്ട് പോകണം. എന്നിട്ട് അടുത്ത് തീരെ സ്പീഡ് കമ്മിയാണല്ലോ. എന്തോന്ന് ഭംഗിയുടെ നമ്മളെ ഫാം ലാൻഡിലാണ്. അറ്റവരെ പോകുന്നത് നമുക്കിതൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്യാം. ഇങ്ങനെ തിരിച്ചാൽ നമ്മൾ നാളെ തിരിച്ച് നല്ല പണിയുണ്ടെങ്കിലും തിരിച്ച് കണ്ടില്ല മക്കളെ പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ തിരിച്ചില്ല. ബ്ലോക്കൊക്കെ എന്തോന്ന് പണിയാതെ ഇടയ്ക്കിട്ട് കറക്റ്റായിട്ട് അതിലൊന്നും തിരിച്ച് ചെയ്യണ്ട. അപ്പോൾ ഒന്നായിട്ട് നമ്മളൊന്ന്
അങ്ങനെ ചിരിക്കുക എന്തിപ്പോ ഞാനറിയാം ഇതാകുമ്പോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് സ്പൂണിലൊക്കെ മറ്റേതിൻ്റെ റിസ്ക്കായി കഴിച്ചു. ഇങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല കഴിഞ്ഞു കഴിച്ചറില്ല. ഓ 4 കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കുറച്ച് കാര്യമുള്ളൂ. ഞങ്ങൾക്ക് പോയി സീരെടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് നട്ട് വെക്കാം. നമ്മളിതിലാണ് ബീറ്റ്റൂട്ട് ഉണ്ട് കഴിച്ച അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് അടുത്ത 2 ഫാമില് വേറെ എവിടെയെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പോ നമുക്ക് തൽക്കാലം ക്യാരറ്റ് മാത്രം ഇരിക്കട്ടെ. പിന്നെ 39 കിഴങ്ങില്ല. നമുക്കപ്പോൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും ചെയ്യാം. അതാണ് നല്ലത്. അതുകൊണ്ട് ക്യാരറ്റ് വീടിൻ്റെ ഫാമിലി ആൻഡിലോട്ട് വന്ന് ക്യാരറ്റിന് കൊണ്ടുപോയിട്ട് എന്തോ ബഗ്ഗാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ ഹാങ്കർ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. എത്ര പണി ചെയ്തിട്ട് ഇതുവരെയും ഹാങ്കർ ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ബഗ്ഗാണോ? പക്ഷെ ഈറ്റ് ചെയ്യാൻ എന്നോട് പറ്റുന്നുണ്ട്. കറക്റ്റൊരു സ്റ്റാക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റൊരു സ്റ്റാക്ക്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹാങ്കർ കുറഞ്ഞിട്ടില്ല. പിന്നെ എന്താ സംഭവം എന്നൊക്കെ പിടിച്ചില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് തിന്നാൻ പറ്റിയത്. പക്ഷെ എൻ്റെ ഹാങ്കർ കുറഞ്ഞ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്കൊരു പണി ചെയ്യാതായി. ഇവിടെ നമുക്ക് ഈ ബീറ്റ്റൂട്ട് കംപ്ലീറ്റ് നട്ടുവെക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നില്ല. ഈ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് നട്ട് വെച്ചതിന് ശേഷം മറ്റേ സൈഡിൽ നമുക്ക് പൊട്ടറ്റോ സീഡ് ചെയ്യാം. കണ്ടില്ല ഗൈസ്, നമുക്കത് കംപ്ലീറ്റ് നേടാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് നമുക്ക് പൊട്ടറ്റോ ചെയ്യാം ഗൈസ്. പൊട്ടറ്റോ അതെ, ഈ ഒരു പച്ച കളർ പൊട്ടറ്റോ എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കറിയില്ല, അതുകൊണ്ടാണ് പൊട്ടറ്റോ സീഡ് അപ്പുറത്തെ സൈഡൊന്ന് സെറ്റ് വെച്ചതിന് ശേഷം മറ്റേ ഫ്രൈഡേഴ്സ് വന്നിട്ട് പാല്, ഒരു ബക്കറ്റ് പാല് വേണം. പോടാ പോടാ പന്നിക്കുട്ട, പോടാ പന്നിക്കുട്ട. അയ്യോ കിഴങ്ങ് ഇനി ബാക്കി നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു മിനി ഫാം റെഡി ആയിട്ടുണ്ട്. പോയി തിരിഞ്ഞൂട്. കോഴിക്കുട്ട കോഴിക്കുട്ട വട 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 തോട്ട് ശരിക്ക് വാ വാ എന്താടാ ഈ കോഴിക്കൾ? അവിടെ ഇരിക്ക്, ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കാം. അപ്പോൾ ഇനി മുട്ട അതിനുള്ളിൽ പെരകട്ടായെന്ന്. അപ്പോൾ നമ്മൾ മിനി ഫാം റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ ഗോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്തിടെ നമ്മളെ റിവ്യൂവിനകത്ത് നമുക്ക് കുറച്ച് പച്ചപ്പൊക്കെ വന്നണം. പിന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ കുറച്ച് മൈനിങ് നടത്തും. നമുക്ക് മുണ്ട് വേണ്ട, ഞങ്ങളെല്ലാവരും കാണിച്ചിട്ട് നമുക്ക് ഓഫ് ക്യാമറയിൽ നിന്ന് കുറച്ച് വുഡൊന്ന് ഞാൻ കളക്ട് ചെയ്യും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന 99% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.